തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക വളരെ വിശദമായി പരിശോധിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 7000-ലധികം ഇരട്ട വോട്ടുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. വോട്ടർ പട്ടികയിലെ അപാകതകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് LDFും UDFും പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഭരണപക്ഷത്തിന് അനുകൂലമായ രീതിയിൽ വാർഡ് പുനർനിർണയം നടത്തിയെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് കരട് വോട്ടർ പട്ടികയിലും വലിയ ക്രമക്കേടുണ്ടെന്ന പരാതി ഉയരുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വ്യാപക പരാതികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരെന്നാണ് പരാതി. വാർഡ് വിഭജനത്തിന് ശേഷം കണക്കാക്കിയ ജനസംഖ്യയിൽ നിന്ന് ഇരട്ടിയോളം ആളുകളാണ് പലയിടത്തും കരട് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ, ഒരാൾക്ക് തന്നെ 2 തിരിച്ചറിയൽ കാർഡ് നമ്പർ, ഒരേ പേര്, രക്ഷകർത്താവ്, വീട്ടു നമ്പർ എന്നിവയുള്ള ഒന്നിലധികം വോട്ടർമാർ, അവർക്ക് വ്യത്യസ്തമായ തിരിച്ചറിയൽ കാർഡുകൾ. ഇത്തരത്തിൽ കോർപ്പറേഷനിലെ 13 വാർഡുകളിലാണ് പരാതി. നിലവിലുള്ള വാർഡ് ഘടന അനുസരിച്ചാണെങ്കിൽ അവർക്ക് ഒരിക്കലും അധികാരത്തിൻ്റെ 7 അയലത്തോലും എത്താൻ സാധിക്കില്ലെന്ന് അവരുടെ പ്രവർത്തനം അവരുടെ സർവേ കൊണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു വാർഡ് കൂട്ടിയിട്ട് മുഴുവൻ ബൂത്തുകളെയും വാർഡുകളെയൊക്കെ റീസ്ട്രക്ചർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി മാറുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാൽ തുടർച്ചയായ 40-45 വർഷം കൊണ്ടുള്ള തുടർച്ചയായ CPM ഭരണം ഇതിനെ ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റി. സമസ്ത മേഖലയും അഴിമതിയാണ്. പ്രശ്നങ്ങൾ കൂടുതലും തീരദേശ വാർഡുകളിലാണെന്നാണ് BJP ആരോപണം. വലിയ തുറയിൽ ആകെയുള്ള ജനസംഖ്യ 8617. പക്ഷേ കരട് പട്ടികയിൽ 11173. പോർട്ട് വാർഡിലെ ജനസംഖ്യ 9106. വോട്ടർമാരുടെ എണ്ണം 11892. സമാന സാഹചര്യം വിഴിഞ്ഞത്തുമുണ്ട്. 8617 ജനസംഖ്യയെങ്കിൽ വോട്ടർമാരുടെ എണ്ണം 12003. CPIM നേതാക്കളും ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അട്ടിമറിയാണിതെന്നാണ് BJP ആരോപണം. കരട് പട്ടികയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും BJP പരാതി നൽകിയിട്ടുണ്ട്. BJPയുടെ ആരോപണത്തെ UDFും പിന്തുണയ്ക്കുന്നു. വാർഡ് പുനർനിർണയത്തിന് സമാനമായ രീതിയിൽ അശാസ്ത്രീയമാണ് കരട് വോട്ടർ പട്ടികയുമെന്നാണ് ആക്ഷേപം. പട്ടികയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് LDFും സമ്മതിക്കുന്നു. അപാകതകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലായിടത്തും വരുന്ന ഒരു ക്ലറിക്കൽ എറർ വന്നിട്ടുണ്ട്. ഒരു ID കാർഡ് തന്നെ കുറച്ചധികം പേർക്ക് വന്നതും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ജോലിയും അതാണ്. ഇത് കണ്ടുപിടിച്ച് തിരുത്തപ്പെടേണ്ടത് മുഴുവൻ തിരുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ നിരവധി പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വാർഡുകൾ മാത്രമല്ല, 101 വാർഡുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നിട്ട് വന്ന അപേക്ഷകളെല്ലാം ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. കരട് വോട്ടർ പട്ടികയ്ക്കെതിരായ പരാതികൾ ഈ മാസം 12 വരെ സമർപ്പിക്കാൻ കഴിയും. ഇതിനോടകം 28 ലക്ഷത്തിലധികം അപേക്ഷകളാണ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കോടതിയെ സമീപിക്കാനുള്ള BJPയുടെ നീക്കം. തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.